നമസ്തേ മേയർജി. നമസ്കാരം. തിരുവനന്തപുരം ആമയഞ്ച തോടിന്റെ ശുചീകരണം ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് നഗരസഭ നടപ്പിലാക്കുകയാണല്ലോ. എന്തൊക്കെയാണ് പദ്ധതികൾ? അതായത് ഈ മഴക്കാലം വരാൻ പോവുകയാണ്. അപ്പൊ അതിന് മുൻപ് തന്നെ മഴ വന്നതിന് ശേഷം ശുചീകരിക്കുന്നതിനേക്കാൾ അതിന് മുൻപ് തന്നെ ഒരു മുൻകരുതൽ എന്നുള്ളത് പരമാവധി സ്ഥലം കോർപ്പറേഷനെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ ശുചീകരിക്കാനുള്ള ഞങ്ങൾ ആരംഭിച്ചത്. പല ഘട്ടങ്ങളിലുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ യോഗം ചേർന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ അതിനു മുമ്പ് തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ വെള്ളക്കെട്ടുണ്ടാകുന്നതിൽ ഒരു 20% ഓടകളും തോടുകളും മാത്രമാണ് കോർപ്പറേഷന്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ളത്, കോർപ്പറേഷന്റെ നിയമവിധേയമായി ക്ലീൻ ചെയ്യേണ്ടതായിട്ടുള്ള പ്രോപ്പർട്ടി ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ തന്നെ 6 ഡിപ്പാർട്ട്മെന്റുകൾ, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, റെയിൽവേ, അതുപോലെ തന്നെ KRSB, PWD, NH, ഇങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റ് അതാണ് ചെയ്യേണ്ടത്. എന്നാൽ അവരൊക്കെ തന്നെ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും സമയബദ്ധമായി ചെയ്യാത്തത് കൊണ്ടായിരിക്കും നമുക്ക് ഒരു പക്ഷേ ഇതുവരെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് യോഗം ചേർന്ന് അവരോടൊക്കെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ എല്ലാവരും പരസ്പരം ധാരണയുമായിട്ടുണ്ട്. പക്ഷേ കോർപ്പറേഷൻ പ്രാഥമിക ഉത്തരവാദിത്തം കോർപ്പറേഷനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കോർപ്പറേഷൻ ആദ്യം തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞങ്ങൾ നടപടി തുടങ്ങി. മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളിലും അവരിപ്പോ പറയുന്ന ഒരു പ്രതിസന്ധി, ഇലക്ഷന്റെ കോഡ് ഓഫ് കോണ്ടാക്ട് നിലനിൽക്കുന്നതുകൊണ്ട് 6-ാം തീയതി കോഡ് ഓഫ് കോണ്ടാക്ട് മാറുകയുള്ളൂ. അതിനുശേഷമേ അവർക്ക് ഫണ്ട് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ, നടപടി തുടങ്ങാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷെ ഞങ്ങൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട്, കോഡ് ഓഫ് കോണ്ടാക്ട് ഒക്കെ വരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നടന്ന കോർപ്പറേഷൻ കൌൺസിലിൽ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണം വേണം എന്നുള്ള തീരുമാനമെടുക്കുകയും അതിന് ഫണ്ട് അനുവദിക്കുകയും 101 വാർഡുകൾക്ക് 1 ലക്ഷം രൂപ വെച്ച് ഓൾറെഡി ഞങ്ങൾ അനുവദിച്ച് അക്കൗണ്ടുകളിലേക്ക് പോയി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സെൻട്രലൈസ് ചെയ്ത ഒരു 38 വാർഡ് കോർ ഏരിയ സെലക്ട് ചെയ്ത് ഒരു 38 വാർഡുകൾ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ അത് കൂട്ടും. അവിടെ മേയറും ചെയർമാൻമാരും ഡെപ്യൂട്ടി മേയറും ഒക്കെ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട്, കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെ നേതൃത്വം കൊടുത്തുകൊണ്ട് പഴവങ്ങാടി, തമ്പാനൂര്, ചാല പോലുള്ള സ്ഥലങ്ങൾ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന പ്രോപ്പർട്ടിയൊക്കെ തന്നെ മൈനർ ഇറിഗേഷന്റെ തോടുകൾ, മേജർ ഇറിഗേഷന്റെ തോടുകൾ, KRSB റോഡുകൾ, ഇന്നലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൽവേയുടെ പ്രോപ്പർട്ടിക്കകത്താണ്. ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന സ്ഥലത്ത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിൽ പെർമിഷൻ വാങ്ങിയിട്ട് കോർപ്പറേഷൻ തന്നെ ഇത് ആരംഭിക്കുകയാണ് നേരത്തെ തന്നെ. അതോടൊപ്പം തന്നെ കളക്ടർക്ക് ഇന്നൊരു കത്ത് എഴുതുന്നുണ്ട്. കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറോട് ഉൾപ്പെട്ടുകൊണ്ട് ഒരു മീറ്റിംഗ് വിളിച്ച് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് നിർദ്ദേശം കൊടുത്ത് ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന്, അതാകുമ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റത്തിനെ ബാധിക്കുകയില്ല, കളക്ടറുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും പണം നേരത്തെ അനുവദിച്ചുകൊണ്ട് മെക്കനൈസ് ചെയ്ത് ഇതെല്ലാം ചെയ്യണമെന്ന് ഒരു കത്ത് വന്നു കൊടുക്കുന്നുണ്ട്. അതായത് ഇതെന്ന് പറയുന്ന ഈ തോട് എന്ന് പറയുന്നത് നഗരത്തിന്റെ നാടി പോലെ കിടക്കുന്നതാണ്, നഗരത്തിന്റെ ഒരറ്റം മുതൽ ഒരറ്റം വരെ. ഭാവിയിൽ ഇതിനെ വികസിപ്പിക്കാനും ഒരു നഗര ഗതാഗതത്തിന് പോലും സാധ്യതയുള്ളതല്ലേ? തീർച്ചയായിട്ടും. അതായത് അതിനിപ്പോ ഇതെല്ലാം കണക്റ്റഡ് ആണ്. വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാന്റ് സെൻട്രലൈസ് ചെയ്തും സെമി ഡീസെൻട്രലൈസ്ഡ് പ്ലാന്റിനെ കുറിച്ച് ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് ആലോചിച്ച് ചില ഘടകങ്ങളുമായിട്ട് ഇപ്പൊ എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പരിമിതിയുണ്ട്, സംസാരിച്ച് മുമ്പോട്ട് പോവുകയാണ്. അപ്പൊ ഈ ജനങ്ങൾ വേസ്റ്റ് വലിച്ചെറിയാതിരിക്കാൻ ഒരു പരിഹാരം കണ്ട് വേസ്റ്റ് വലിച്ച് ഓടയിലേക്ക് എറിയുന്ന അല്ലെങ്കിൽ നിരത്തിലേക്ക് എറിയുന്ന കൾച്ചറിൽ ഒരു മാറ്റം വരുത്തുകയും ഒപ്പം തന്നെ ഈ ഓടകളുടെ മുകളിലൂടെയൊക്കെ തന്നെ സ്ലാബ്, അത് കുറച്ച് കൂടുതൽ പണം വേണ്ടി, പക്ഷേ സ്ലാബ് പൂർണ്ണമായിട്ടും ഇട്ട് കഴിഞ്ഞാൽ ഈ ഓടകളുടെ മുകളിലുള്ള പ്രദേശം നമുക്ക് അത് സൈഡ് വാളും കെട്ടിയുണ്ട് വീതിയായിരിക്കാൻ, നമുക്ക് ഗതാഗതത്തിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു എന്നിട്ട് ഇവിടെയൊക്കെ തന്നെ നമുക്ക് ഇതിന്റെ സൈഡിൽ ചെടിയൊക്കെ വെച്ചിട്ട് ജനങ്ങൾക്ക് ആൾക്കാർക്ക് നടന്നു പോകാനൊക്കെ ആ രീതിയിലേക്ക് മനോഹരമായിട്ട് നമ്മുടെ പട്ടണത്തെ മാറ്റാൻ വേണ്ടി വളരെ വലിയ കഠിനാധ്വാനമൊന്നും വേണ്ട. നമ്മളൊന്ന് ആലോചിച്ച് ഒന്ന് തയ്യാറായി കേന്ദ്ര സംസ്ഥാന സർക്കാരുള്ള ഫണ്ടുകൾ കിട്ടിയാൽ മതി. ഞങ്ങൾ ഈ മഴക്കാലം കഴിഞ്ഞാൽ അതിലേക്ക് തന്നെ പോവുകയാണ്. അതായത് നമ്മൾ പല പ്രശ്നങ്ങളും, നഗരം അഭിമുഖീകരിച്ചിരുന്ന പല പ്രശ്നങ്ങളും പുതിയ നഗരസഭ BJPയുടെ നേതൃത്വത്തിൽ നഗരസഭ രൂപീകരിച്ചതിന് ശേഷം, നഗരസഭ അധികാരത്തിലെത്തിയതിനു ശേഷം പരിഹരിച്ചിട്ടുണ്ട്. ഒന്ന് തെരുവായ, 2 ഇപ്പോൾ വെള്ളക്കെട്ടിന്റെ പ്രശ്നം കൂടി പരിഹരിക്കുകയാണ്. അപ്പോൾ അത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. മറ്റൊരു പ്രശ്നം ഇപ്പോൾ നഗരസഭയ്ക്കകത്ത് എതിരെ, അതായത് BJP നഗരസഭയ്ക്കെതിരെ ഉന്നയിക്കുന്നത് വഴിവിളക്കിന്റെ കാര്യമാണ്. പക്ഷേ അത് KSEBയുടെ നിയന്ത്രണത്തിലുള്ള ഒരു കാര്യമാണ്. അനാവശ്യമായിട്ടല്ലേ അത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്? അതായത് ഇവിടെ ഇതും ഞാനും യഥാർത്ഥത്തിൽ രേഖകൾ പരിശോധിച്ച ശേഷമാണ് ആധികാരികമായിട്ട് പറയുന്നത്. ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സംസാരിക്കാം. ഇപ്പോ നമ്മൾ ഈ കാണുന്ന എല്ലാവരുടെയും ഒരു ധാരണ തിരുവനന്തപുരം സിറ്റിയിൽ കാണുന്ന കത്തുന്നതും കത്താത്തതുമായിട്ട് എല്ലാ വിളക്കിന്റെയും ഉടമസ്ഥത കോർപ്പറേഷനാണെന്നാണ്. അത് തെറ്റിദ്ധാരണയാണ്. അതായത് KRSBയുടെ കയ്യിൽ ഒരു 2002-നും 2500-നും ഇടയ്ക്ക് ലൈറ്റുകൾ KRSBയുടെ കയ്യിലാണ്. ഞാൻ ആ ലിസ്റ്റ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ വായിച്ചത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ആരംഭിച്ച് ശംഖുമുഖം വഴി വന്ന് തമ്പാനൂർ വരെ അവസാനിക്കുന്ന റോഡ്, അതുപോലെ തന്നെ വഴയിലയിൽ നിന്നും ആരംഭിച്ച്, വഴയില എന്ന് പറഞ്ഞാൽ കരകുളം പഞ്ചായത്തിന് നെടുമങ്ങാട് വരുമ്പോൾ കോർപ്പറേഷൻ തുടങ്ങുന്ന ഭാഗമാണ് വഴയില. വഴയിലയിൽ നിന്നും ആരംഭിച്ച് നേരെ
ഗവർണറുടെ ലോക്ഭവന്റെ മുമ്പിലൂടെ പേരുക്കട അമ്പലമുക്ക് ലോക്ഭവൻ വെള്ളയമ്പലം വഴി തൈക്കാട് അവസാനിക്കുന്ന റോഡിലെ ലൈറ്റുകൾ ഇത് KRFയുടെ ഉടമസ്ഥയിലുള്ളതാണ്. സ്മാർട്ട് സിറ്റി റോഡിന്റെ രണ്ട് സൈഡിലുള്ള ലൈറ്റുകൾ സ്മാർട്ട് സിറ്റിയുടെ ഉടമസ്ഥയിലുള്ളതാണ്. അതോടൊപ്പം തന്നെ PWD കുറച്ച് ലൈറ്റ് ഉണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ 4 ചുറ്റും നിലക്കുന്ന വിളക്കുകൾ ടൂറിസത്തിന്റെ ശംഖുമുഖം കടത്തിരുത്ത് മുഴുവൻ ടൂറിസമാണ്. മറ്റുള്ള നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും വാർത്ത കൊടുക്കുകയും വേണം. KSEBയുടെ ഇലക്ട്രിക് പോസ്റ്റുകളിൽ നിൽക്കുന്നതിന്റെ ഉടമസ്ഥാവകാശം കോർപ്പറേഷനാണ്. അതോടൊപ്പം തന്നെ PWD റോഡിന്റെ ഇരുവശവും കോർപ്പറേഷന്റെ ലൈറ്റുകളാണ്. ഈ ലൈറ്റുകൾ ഞങ്ങൾ 3 കമ്പനികൾക്കായിട്ട് കരാർ കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റുകൾ 48 മണിക്കൂർ അണഞ്ഞു കഴിഞ്ഞാൽ 48 മണിക്കൂർ കൂടുതൽ അണഞ്ഞടക്കാൻ പാടില്ല. ഞങ്ങളുടെ മോണിറ്ററിൽ ഞങ്ങളുടെ വാർ റൂമിൽ കമ്പ്യൂട്ടർ റൂമിൽ രേഖപ്പെടുത്തും. അതിന് ഞങ്ങൾ കോൺട്രാക്ട് ബേസിൽ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 48 മണിക്കൂർ കൂടി ലൈറ്റ് അണഞ്ഞു കിടന്നാൽ ഈ കമ്പനികൾക്ക് ഞങ്ങൾ അങ്ങോട്ട് ഫൈൻ ചുമത്തുന്നത് കൊണ്ട് അവർ ഓടിയാറുണ്ട്, റിപ്പയർ ചെയ്യാറുണ്ട്. എന്നാൽ ഈ അണഞ്ഞു കിടക്കും. താങ്കൾ ഇന്ന് വന്ന് നോക്കൂ തിരുവനന്തപുരം, ഞാൻ കൂടെ എന്റെ ഓഫീസർ സ്റ്റാഫിനെ അയക്കാം. KRFBക്ക് കോടിക്കണക്കിന് രൂപ, കേരള റോഡ് ഫണ്ട് ബോർഡിന് കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നുണ്ട്. അവരാണ് ഈ വിളക്കുകൾ കത്തിക്കേണ്ടത്. എന്നാൽ KRFB ഒരിക്കലും രംഗത്ത് വരാറില്ല. ആ ഉദ്യോഗസ്ഥന്മാരെ ആർക്കും അറിയില്ല. ഇത് അണഞ്ഞു കിടന്നാലും അവർ മൈൻഡ് ചെയ്യില്ല. ഇത് അതിനുവേണ്ടി എന്നാൽ കോടിക്കണക്കിന് രൂപ ഓരോ മാസവും സംസ്ഥാന സർക്കാർ ഈ ലൈറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി KRFB കൊടുക്കുന്നുണ്ട്. ഇനി KRFB ഈ ലൈറ്റിന്റെ ഒക്കെ കറണ്ട് ബില്ല് അടയ്ക്കുന്ന കോർപ്പറേഷനാണ്. അന്ന് ആലോചിച്ച് നോക്കണം. കറണ്ട് ബില്ല് അടയ്ക്കുന്നത് കോർപ്പറേഷനാണ്. എന്നാൽ മെയിന്റനൻസിനുള്ള പണം ഇവർ സംസ്ഥാന സർക്കാരിൽ നിന്ന് വാങ്ങുകയും സമയബന്ധമായി മെയിന്റനൻസ് നടത്തുകയും ചെയ്തില്ല. എന്നാൽ ചില രാഷ്ട്രീയ പാർട്ടികൾ കോർപ്പറേഷൻ ലൈറ്റാണെന്നുള്ള തെറ്റിദ്ധാരണ വരുത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഞങ്ങൾ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ തന്നെ ഈ ലൈറ്റുകൾ ഞങ്ങൾക്ക് വിട്ടുതന്നാൽ ഞങ്ങൾ മെയിന്റനൻസ് നടത്തിക്കൊള്ളാം. അത് വിട്ടുതരികയുമില്ല. ഇതാണ് വസ്തുത. അണഞ്ഞു കിടക്കുന്ന ലൈറ്റുകളിലൊന്നും തന്നെ കോർപ്പറേഷൻ ഉടമസ്ഥകളുടെ ലൈറ്റുകളില്ല. ചില ഹൈമാസ് ലൈറ്റുകൾ കോർപ്പറേഷൻ മെയിന്റനൻസ് നടത്തേണ്ടതായിട്ടുള്ള ലൈറ്റുകളുണ്ട്. അത് മുൻ ഭരണസമിതി 10 വർഷത്തേക്കാണ് ഒരു വ്യക്തി കരാർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമപരമായി ഞങ്ങൾക്ക് ഇടപെടാൻ വേണ്ടി ഇപ്പൊ പരിമിതിയുണ്ട്. പക്ഷെ അതിന്റെ ഇടപെടാനുള്ള നിയമസാധുത ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അത് നോക്കാതെ പോയി കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ നാളെ സ്റ്റേ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. 10 വർഷത്തേക്കാണ് മുൻ ഭരണസമിതി മറ്റൊരു കോൺട്രാക്ടർക്ക് കരാർ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിപ്പോ നഗരസഭ പറഞ്ഞിരിക്കുന്ന ഓരോരോ കാര്യങ്ങളായിട്ട് വാഗ്ദാനങ്ങൾ ഓരോന്നും പാലിച്ചു വരികയാണ്. അത് നഗരത്തിനകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഏതാണ്ട് പരിഹരിക്കപ്പെടാൻ ഈ 5 കൊല്ലം കൊണ്ട് തന്നെ കഴിയുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലേ? അങ്ങ് പറഞ്ഞ 2 കാര്യങ്ങൾ എനിക്ക് ചെറിയൊരു തിരുത്തുണ്ട്. തെരുവ് നായ്ക്കൾ ശല്യം അവസാനിച്ചു എന്ന് പറയാറായിട്ട് ഞങ്ങൾ ഒരു പൈലറ്റ് പ്രോജക്ട് എന്നുള്ള നിലയ്ക്ക് ഒരു 50 എണ്ണത്തിനെയും അതോടൊപ്പം തന്നെ കാട്ടായിക്കോണത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ വീട്ടിലുണ്ടായിരുന്ന 60 എണ്ണത്തിന് അങ്ങനെ ഒരു 100-110 നായ്ക്കളെ മാത്രമേ ഞങ്ങൾ പിടിച്ചിപ്പോ ഷെൽട്ടറിലാക്കിയിട്ടുള്ളത്. അതിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അവിടെ പാർക്കുകയാണ്. അതോടൊപ്പം തന്നെ 4 സ്ഥലങ്ങളിൽ ഒരേ സമയം ഷെൽട്ടർ കെട്ടുവാനുള്ള സ്ഥലത്തെ കുറിച്ചുള്ള ചർച്ച നടക്കാൻ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു സ്ഥലം കാണാൻ പോകുന്നുണ്ട്. ഞായറാഴ്ചയും പോയിരുന്നു. അപ്പോൾ അവിടുത്തെ പഞ്ചായത്തുകളുടെ അനുമതിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പഞ്ചായത്തുകളുമായി സഹകരിച്ചുകൊണ്ട് ആ പ്രദേശത്തുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് മാറ്റുവാനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടൊന്നും മാറ്റിയിട്ടില്ല. എന്നാൽ ഈ 5 വർഷം ഒന്നുള്ള കാലാവധി ഒന്നും വേണ്ട. അതിനു മുമ്പ് തന്നെ തെരുവുനായി പ്രശ്നം പരിഹരിക്കും. വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ ഗൗരവമായ ചർച്ചകളും നടപടികളും ആരംഭിച്ചുകൊണ്ടിരിക്കും. അപ്പൊ മുമ്പോട്ട് വേണം ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു. എന്നാൽ മുൻ ഭരണസമിതി ഏർപ്പെട്ട ചില കരാറുകളുണ്ട് 5 വർഷത്തേക്ക് 10 വർഷത്തേക്കും ഒക്കെ. അപ്പൊ അതിന് കോടതിയിൽ നിന്ന് ചില ഉത്തരവുകൂടെ വാങ്ങിയാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യും. വളരെയധികം നന്ദി നേർജി. നമസ്തേ.